ഹായ്, വെൽക്കം ടു KS ഓൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പേഴ്സൻറ്റേജിൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. പേഴ്സൻറ്റേജിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇട്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് പാർട്ട് 2 കാണുക. നമ്മൾ പേഴ്സൻറ്റേജിൻ്റെ ബേസിക് കൺസെപ്റ്റും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ നോക്കി. അതിനകത്ത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് ദ ന്യൂമറേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ 20% and its denominator is decreased by 10%, the fraction becomes 16 by 21. Find the original fraction. അപ്പോൾ നമ്മൾ ഇൻക്രീസിൻ്റെയും ഡിക്രീസിൻ്റെയും ഒക്കെ കൺസെപ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ. ജസ്റ്റ് ഞാനൊന്ന് പറയുവാണ്. ഒരു നമ്പർ എക്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു 10% ഇൻക്രീസ് ചെയ്താൽ നമ്മൾ എങ്ങനെ പറയണമെന്നാണ് പറഞ്ഞത്? 110% ഓഫ് എക്സ് അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? 120% ഓഫ് എക്സ് ആണ് നമ്മുടെ പുതിയത്. ഇത് നമ്മുടെ ആക്ച്വൽ നമ്പർ ഇൻക്രീസ് ചെയ്തിട്ടുള്ള പുതിയ നമ്പറാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി 10% ഡിക്രീസ് ആണ് വരുന്നതെങ്കിലോ 90% ഓഫ് എക്സ് അല്ലേ? 20% ഡിക്രീസ് ആണെങ്കിലോ 80% ഓഫ് എക്സ്. ക്ലിയർ ആണല്ലോ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്. ഒരു ഫ്രാക്ഷൻ ഉണ്ട് അല്ലേ? അതായത് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ന്യൂമറേറ്റർ പാർട്ടുണ്ട്, ഒരു ഡിനോമിനേറ്റർ പാർട്ടുണ്ട്. എക്സ് ബൈ വൈ ആണ് നമ്മുടെ ഒറിജിനൽ ഫ്രാക്ഷൻ എന്ന് വിചാരിക്കുക. എന്നിട്ട് അതിൻ്റെ ന്യൂമറേറ്ററിന് എന്ത് പറ്റി? ന്യൂമറേറ്റർ 20% ഇൻക്രീസ് ആയി അല്ലേ? അപ്പോൾ പുതിയ ന്യൂമറേറ്റർ എന്താ? 120% ഓഫ് എക്സ്. ക്ലിയർ അല്ലേ? ദെൻ അതിൻ്റെ ഡിനോമിനേറ്റർ എന്ത് പറ്റി? ഡിക്രീസ്ഡ് ബൈ 10%, 10% കുറഞ്ഞു. അപ്പോൾ ഡിനോമിനേറ്റർ എന്തായി? 90% ഓഫ് വൈ അല്ലേ? ഇതാണ് നമ്മുടെ പുതിയ ഫ്രാക്ഷൻ. ഈ പുതിയ ഫ്രാക്ഷൻ എന്താണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 16/21 ആണെന്ന്. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്ത് വിടായോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 16/21. അങ്ങനെയാണ് നമുക്കിത് സോൾവ് ചെയ്താൽ എക്സ് ബൈ വൈ കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. പെർസെൻറ്റേജ് കട്ട് ചെയ്ത് കളഞ്ഞു, 0 കട്ട് ചെയ്തു അല്ലേ? അപ്പോൾ എത്ര ഒന്നുകൂടെ എടുത്ത് എഴുതുന്നേ ഉള്ളൂ. 12x/9y ഈക്വൽ ടു 16/21. കട്ട് ചെയ്യാം. നമുക്കറിയാമല്ലോ. കണ്ടപ്പം a/b ഈക്വൽ ടു c/d അല്ലേ? ഇങ്ങനെ ഒരു ഫോം വന്നാൽ നമുക്ക് ന്യൂമറേറ്റർ ഒരു സൈഡിലെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ തമ്മിൽ കോമൺ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലാണ് പറഞ്ഞത്. അഡീഷണൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ നോക്കിയേ, സിയും ഡിയും ആണെങ്കിൽ എന്താ? ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കട്ട് ചെയ്യാം. പിന്നെ എങ്ങനെയാ? ഇവിടുത്തെ കേസിലെ ന്യൂമറേറ്ററും അപ്പുറത്തേൻ്റെ ന്യൂമറേറ്ററും അല്ലേ? അത് തമ്മിൽ കട്ട് ചെയ്യാം. ഡിനോമിനേറ്റർ തമ്മിൽ കോമൺ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ? ക്രോസ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ആ ചെയ്യുന്നത് അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ. ദറ്റ് ഈസ് a ഇൻറ്റു ഡി ഈക്വൽ ടു b ഇൻറ്റു സി. ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അത്രയും എഴുതാതെ നമുക്ക് ഉടനെ ഇങ്ങനെ നോക്കിയിട്ട് കോമൺ ഒക്കെ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞാൽ അത്രയും വേഗം നമുക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള അവിടെ എന്തെങ്കിലും കോമൺ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയരുത്. അത്രയും ഓർത്താൽ മതി. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ തമ്മിൽ കട്ട് ചെയ്യാം, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കട്ട് ചെയ്യാം, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ കട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് കട്ട് ചെയ്തേ. ഇവിടെ 12 9 3 കോമൺ അല്ലേ? സോ 3 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 4 ആയി, ഇവിടെ 3 ആയി. ഇനി നോക്കിയേ, ഈ 4ഉം 16ഉം കൂടെ കട്ട് ചെയ്താൽ എന്താവും? ഇവിടെ 4 ആയി. ഇനി 3ഉം 21ഉം കൂടെ കട്ട് ചെയ്താൽ എന്തായി? 7 ആയി അല്ലേ? ദറ്റ് ഈസ് എക്സ് ബൈ വൈ ഈക്വൽ ടു 4/7. ക്ലിയർ ആണോ? അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 4/7 ആണ്. ഓക്കെ അല്ലേ? Next question. Peter got 30% of maximum mark in an examination and failed by 10 marks. However, Paul, who took the same examination, got 40% of total marks and got 15 marks more than the passing mark. What was the passing mark in the examination? പീറ്റർ എന്ന് പറഞ്ഞ കുട്ടിക്ക് 30% മാക്സിമം മാർക്കിന്റെ 30% കിട്ടി. ബട്ട് ഹി ഫെയിൽഡ് ബൈ 10 മാർക്സ്. 10 മാർക്കിന് തോറ്റുപോയി. പോൾ എന്ന് പറഞ്ഞ കുട്ടിക്ക് 40% ഓഫ് ടോട്ടൽ മാർക്ക് കിട്ടി, 15 മാർക്സ് മോർ ദാൻ പാസ് മാർക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ എക്സാമിനേഷന്റെ പാസ് മാർക്ക് എന്താണെന്ന് ഇവരെഴുതുന്ന ഒരേ എക്സാം അല്ലെ? ഒരേ എക്സാമിന് ഒരേ മാക്സിമം മാർക്കും ഒരേ പാസ് മാർക്കുമാണ് അല്ലേ? അപ്പം ഞാൻ പറയത്തില്ലേ, നമ്മളിപ്പോൾ പറയുവാണ് ഒരു എക്സാമിന് എനിക്ക് 15 മാർക്സ് കിട്ടി, ഞാൻ 5 മാർക്കിന് ഫെയിലായി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാസിംഗ് മാർക്ക് എത്ര? അതിൻ്റെ കൂടെ 5ഉം കൂടെ കൂട്ടി 20 ആയിരിക്കും അല്ലേ? അതേപോലെ ഞാൻ പറയുവാണ് എനിക്ക് 25 മാർക്ക് കിട്ടി, ഞാൻ 5 മാർക്കിന് ജയിച്ചു അല്ലേ? 5 മാർക്ക് എനിക്ക് പാസ് മാർക്കിനെക്കാട്ടി കൂടുതൽ കിട്ടി എന്നല്ലേ പറയുന്നത്? എന്ന് പറഞ്ഞാൽ പാസ് മാർക്ക് എത്ര? -5 ചെയ്യുമ്പോൾ 20 എന്ന് കിട്ടും.
ക്ലിയർ അല്ലേ? അപ്പം അതേപോലെ പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ പെർസെൻറ്റേജ് ആയിട്ട് മാർക്ക്, എക്സാക്ട് മാർക്കല്ല പറഞ്ഞ് പെർസെൻറ്റേജിൽ പറയുന്നു. അപ്പം പീറ്ററിൻ്റെ പാസ് മാർക്ക് എത്രയാണെന്ന് കണ്ടുപിടിച്ചേ? പീറ്ററിൻ്റെ മാർക്ക് വെച്ചിട്ട് പാസ് മാർക്ക് ഒന്ന് കണ്ടുപിടിച്ചേ. 30% ഓഫ്, അതായത് ടോട്ടൽ മാർക്ക് എക്സ് ആണെന്ന് കരുതിയാൽ, ഓക്കെ, 30% ഓഫ് എക്സ് ആണ് പീറ്ററിന് കിട്ടിയത്. ഫെയിൽഡ് ബൈ 10 മാർക്സ്. അപ്പോൾ പാസ് മാർക്ക് എത്ര? അത് 10ഉം കൂടെ കൂട്ടുന്നതായിരിക്കും പാസ് മാർക്ക്. ക്ലിയർ ആണോ? ഇനി പോളിന്റെ മാർക്ക് വെച്ച് പറയുവാണെങ്കിൽ 40% ഓഫ് എക്സ് ആണ് പോളിന് കിട്ടിയത്. ആൻഡ് ഹി ഗോട്ട് 15 മാർക്സ് മോർ ദാൻ ദ പാസ് മാർക്ക്. സോ 15 കുറയ്ക്കുമ്പോൾ നമുക്ക് പാസ് മാർക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഈ എക്സാം ഒരേ എക്സാം എഴുതില്ലേ ഈ രണ്ടുപേരും എഴുതുന്നത്, അതുകൊണ്ട് ഇവരുടെ പാസ് മാർക്ക് ഈക്വൽ ആയിരിക്കും. ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എക്സ് കിട്ടും. എക്സ് കിട്ടി കഴിഞ്ഞാൽ മാക്സിമം മാർക്കാണ് ചോദിക്കുന്നതെങ്കിൽ അത് ആൻസർ. ഇനി ഇവിടെ ചോദിക്കുന്നത് എന്താ? പാസ് മാർക്കാണ്. അപ്പോൾ ഒന്ന് ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് എക്സ് ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? സോൾവ് ചെയ്തേ. എക്സ് എല്ലാം ഒരു സൈഡിലോട്ട് ആക്കിയാൽ 40% ഓഫ് എക്സ്, ഈ 30 ഇവിടെ വരുമ്പോഴത്തേക്ക് -30% ഓഫ് എക്സ്, ദെൻ 10, ഈ 15 ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് +15 അല്ലേ? 40% ഓഫ് എക്സ് -30% ഓഫ് 10% ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 25. സോ എക്സ് കണ്ടുപിടിക്കാമല്ലോ. 250 അല്ലേ? 10%, 25 ആണെങ്കിൽ 100% അല്ലേ? 10% 25 ആണെങ്കിൽ 100% എത്രയാണ്? അപ്പം അല്ലെങ്കിൽ 10% ഓഫ് എക്സ് നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യണമെങ്കിൽ അങ്ങനെ സോൾവ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ 10/100 ഓഫ് എക്സ് ഈക്വൽ ടു 25, ദറ്റ് ഈസ് കട്ട് ചെയ്തുക, എക്സ് ഈക്വൽ ടു 250. അപ്പം മാക്സിമം മാർക്ക് 250 എന്ന് കിട്ടി അല്ലേ? ഇനി പാസ് മാർക്ക് എത്രയാണ് വേണ്ടത്? ദറ്റ് ഈസ് 30% ഓഫ് 250 പ്ലസ് 10 അല്ലേ? പെർസെൻറ്റേജ് ഒക്കെ ബൈ 100 കൊടുത്ത് സീറോസ് ഒക്കെ കട്ട് ചെയ്തു ചെയ്യുക. 30 × 25 75, 75 പ്ലസ് 10, ആൻസർ 85. ക്ലിയർ അല്ലേ? എങ്ങനെ ചെയ്യാം നോക്കിയേ. 20% ഓഫ് മണി അയാൾ, അതായത് ടോട്ടൽ അയാളുടെ കയ്യിൽ എക്സ് റുപ്പീസ് ഉണ്ടെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 20% അയാൾ എന്തിന്? ക്ലോത്ത്സിനായിട്ട് സ്പെൻഡ് ചെയ്തു. 10% അയാൾ ബുക്സിന് സ്പെൻഡ് ചെയ്തു. 9% അയാൾ ഗിഫ്റ്റിന് സ്പെൻഡ് ചെയ്തു. ആൻഡ് 7% സം അതർ ഐറ്റംസിന് വേണ്ടി സ്പെൻഡ് ചെയ്തു അല്ലേ? അപ്പം മൊത്തത്തിൽ എത്ര ശതമാനം സ്പെൻഡ് ചെയ്തു? ഒരു 20% ആണ്. അങ്ങനെ 10%, 9%, 7% അല്ലേ? 20 + 10 30, 39, 46 അല്ലേ? 46% അയാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ അയാളുടെ കയ്യിൽ ബാക്കി എത്ര ശതമാനം നമുക്ക് പറഞ്ഞല്ലോ? അതായത് എക്സിൻ്റെ 46% ഓഫ് എക്സ് അയാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര ഉണ്ട്? 100 - 46 അല്ലേ? 54% ഓഫ് എക്സ് അയാളുടെ കയ്യിൽ ബാക്കിയുണ്ട്. അത് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 5400 അല്ലേ? ദാറ്റ് ഈസ് 5400. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അല്ലേ? 54% 5400 ആണെങ്കിൽ 100% അല്ലേ? 10,000 അങ്ങനെ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ 54% ഓഫ് എക്സ് 540 ആണെങ്കിൽ എക്സ് അല്ലേ? ക്ലിയർ അല്ലേ? 54% ഓഫ് എക്സ്, 54/100 ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 5400. സോൾവ് ചെയ്തേ. സോ എക്സ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? 10,000. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? 10,000 rupees. ഓപ്ഷൻ ഡി. ശ്രദ്ധിക്കണം, നമ്മൾ ഓരോ പെർസെൻറ്റേജ് പറയുമ്പോൾ എന്തിൻ്റെ പെർസെൻറ്റേജ് ആണെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് പെർസെൻറ്റേജ് അല്ല, ഇവിടെ ടോട്ടൽ മണിയുടെ അല്ലേ? ടോട്ടൽ അയാളുടെ കയ്യിലുള്ളതിൻ്റെ 20%, ടോട്ടൽ അയാളുടെ കയ്യിലുള്ളതിൻ്റെ 10%, അങ്ങനെയാണ് ഈ ക്വസ്റ്റിന് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A person spent 25% of his income on house rent, 20% of the remaining part on food, and 10% of the remaining part on traveling, and finally saves rupees 8,100. Then find his total income. ഇടയിൽ ടോട്ടൽ ഇൻകം ഉണ്ടായിരുന്നു, അതിൻ്റെ 25% അല്ലെ? ടോട്ടലിൻ്റെ 25% ഹൗസ് റെന്റിനായിട്ട് എടുത്തു. 25% ഓഫ് എക്സ് ഹൗസ് റെന്റിന് എടുത്തു. 20% ഓഫ് ദ റിമൈനിങ് പാർട്ട് ഓൺ ഫുഡ്, ഇതിൻ്റെ 20% ഫുഡിന് എടുത്തു എന്നാണോ പറഞ്ഞേക്കുന്നത്? ശ്രദ്ധിച്ച് വായിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവുക. ശ്രദ്ധിക്കുക. 20% ഓഫ് ദ റിമൈനിങ്, മനസ്സിലായോ? അതായത് അയാളുടെ എക്സ് ഉണ്ടായിരുന്നു, അതിലെ 25% അയാൾ ഹൗസ് റെന്റിന് എടുത്തു. അപ്പോൾ ബാക്കി എന്തുണ്ട്?
75% ഓഫ് എക്സ് ആണ് ഇപ്പോൾ കയ്യിൽ അയാളുടെ ഉള്ളത്. അതിൻ്റെ ആ റിമൈനിങ് ഉള്ളതിൻ്റെ 20%, നമുക്ക് ഇങ്ങനെ പറയാം, 20% ഓഫ് 75% ഓഫ് എക്സ് ആണ് അയാൾ ഫുഡിനായിട്ട് എടുക്കുന്നത്. ക്ലിയർ ആണോ? പിന്നെയും പറഞ്ഞാൽ 10% ഓഫ് ദ റിമൈനിങ്, വീണ്ടും ബാക്കിയുടെ ഒന്ന് ആലോചിച്ച് നോക്കി. എക്സ് ഉണ്ടായിരുന്നു, 25% ഹൗസ് റെന്റിന് കൊടുത്തു, 75% ഓഫ് എക്സ് ആണ് ബാക്കിയുള്ളത്, അതിൻ്റെ 20% എടുത്തു. ബാക്കി എത്ര ഉണ്ട്? 75 20 മൈനസ് ചെയ്യരുത്. ഇത് നമ്മുടെ ടോട്ടൽ, നമ്മുടെ കയ്യിലൊരു തുകയുണ്ട് അയാളുടെ കയ്യിൽ, അതിൻ്റെ 20% എടുത്തെങ്കിൽ ബാക്കി എത്രയാണ്? 80% ഓഫ് 75% ഓഫ് എക്സ് ആണ് അയാളുടെ കയ്യിൽ ബാക്കിയുള്ളത്. ഈ ബാക്കിയുള്ളതിൻ്റെ 10% ആണ് എന്ത്? ട്രാവലിങ്ങിനായിട്ട് എടുക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 90%. എന്ത്? 90% ഓഫ് 80% ഓഫ് 75% ഓഫ് എക്സ്. ഇങ്ങനെ പോകും അത്. ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്താൽ മതി. ഇത്രയും ഇങ്ങനെ ഇതിൻ്റെ കൂടെ പോയി എഴുതേണ്ട കാര്യമില്ല. എക്സ് 25%, ബാക്കി 75%, ദെൻ ഇതിൻ്റെ 20%, ബാക്കി എത്ര വരും? 80%, ദെൻ ഇതിൻ്റെ ഈ ബാക്കിയുടെ 10%, ദെൻ ബാക്കി എത്ര ഉണ്ട്? 90%. ഇനി ഈ ഓരോ റോ ഇങ്ങനെ പോകണം. 90% ഓഫ് 80% ഓഫ് 75% ഓഫ് എക്സ് ആണ്. ഇനി ഫുഡിന് സ്പെൻഡ് ചെയ്ത് എത്ര? 10% ഓഫ് 80% ഓഫ് 75% ഓഫ് എക്സ്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഫൈനലി സേവ്സ്, അതായത് 10% കഴിഞ്ഞ് ബാക്കിയുള്ളത് ഇത്രയാണോ അത്രയും അയാൾ സേവ് ചെയ്യുന്നു. അത് 8100 ആണ്. ദാറ്റ് മീൻസ് 90% ഓഫ് 80% ഓഫ് 75% ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 8100 ആണ്. ഇനി ഇത് സോൾവ് ചെയ്താൽ പോരായോ? ആൻസർ കിട്ടത്തില്ലേ? എക്സ് കിട്ടത്തില്ലേ? സോൾവ് ചെയ്തേ. 90/100 ഇൻറ്റു 80/100 ഇൻറ്റു 75/100 ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 8100. സോൾവ് ചെയ്യേ. 0 0 കട്ട് ചെയ്തു, ഇവിടെയും 0 0 കട്ട് ചെയ്തു, 8ഉം 10ഉം അല്ലെ 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 4 ആയി, ഇവിടെ 5 ആയി. 75ഉം 100ഉം 25 ഇൻറ്റു 3 75, 25 ഇൻറ്റു 4 100 അല്ലേ. ദെൻ നിങ്ങൾക്ക് 2 തവണ 5 വെച്ച് കട്ട് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യാം. ദാണ്ട് ഈ 4ഉം കട്ട് ചെയ്യാമല്ലോ, അത് കട്ട് ചെയ്തു. ദെൻ ഒന്ന് നോക്കിയേ ബാക്കി എന്തൊക്കെയുണ്ട്? 9 ഇൻറ്റു 3 ഇൻറ്റു എക്സ് ബൈ, ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട് അല്ലേ. 50 ഈക്വൽ ടു 8100. സോൾവ് ചെയ്തേ. സോ എക്സ് വിൽ ബി ഈക്വൽ ടു 8100 ഇൻറ്റു 50 ബൈ 9 ഇൻറ്റു 3. ഓക്കെ, 9 ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. 81 9 ആയി. ദെൻ ഇവിടെ കട്ട് ചെയ്താൽ ഇത് 3 ആയി. ദറ്റ് ഈസ് 300 ഇൻറ്റു 50, ദറ്റ് ഈസ് 15,000 റുപ്പീസ് ആണ് ടോട്ടൽ. ക്ലിയർ ആണോ? ടോട്ടൽ എന്ന് പറഞ്ഞത് 15,000 റുപ്പീസ്. ഓപ്ഷൻ എ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ എഴുതിയാൽ മതി. എന്നിട്ട് ഓർഡറിൽ പോയി ഇത്രയും ഇങ്ങനെ നീട്ടി ഇത് ഞാനിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ 100 ആണെന്ന് അസ്യൂം ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണ് ചെയ്യാൻ എളുപ്പമുള്ളവർ, അത്യാവശ്യം നമുക്ക് കാൽക്കുലേഷൻ പാർട്ട് മനസ്സിൽ വേഗം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. നോക്കി, അതായത് ഇപ്പോൾ 100 റുപ്പീസ് ഉണ്ടായിരുന്നു, അതിൻ്റെ 100ൻ്റെ 25 റുപ്പീസ് അയാൾ ഹൗസ് റെൻറ്റിന് കൊടുത്തു. ഒരാളുടെ 100 റുപ്പീസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ 25 അയാൾ ഹൗസ് റെൻറ്റിന് കൊടുത്തു. അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 75 അയാളുടെ കയ്യിലുണ്ട് അല്ലേ. 75ൻ്റെ 20%, 20% ഓഫ് 75 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/5 ഓഫ് 75 അല്ലേ. അപ്പോൾ 15 റുപ്പീസ്. അപ്പോൾ 15 റുപ്പീസ് അയാൾ എന്തിനെ സ്പെൻഡ് ചെയ്തു? ഫുഡിനായിട്ട് സ്പെൻഡ് ചെയ്തു. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അത് കഴിഞ്ഞ് ബാക്കി എപ്പോൾ എത്ര ഉണ്ട്? 75ൽ നിന്ന് 15 എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര വരും? 60 റുപ്പീസ് വരും അല്ലേ. ഈ 60യുടെ 10%, ഇതാണ് ഇപ്പോൾ അയാളുടെ കയ്യിലുള്ളത്, അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 6 റുപ്പീസ്. ബാക്കി എത്ര ഉണ്ട്? 6ൽ നിന്ന് 60 കുറച്ചാൽ 54 അല്ലേ. അപ്പോൾ ഈ 54 എന്ന് പറയുന്നതാണ് എന്ത്? അയാളുടെ കയ്യിൽ ബാക്കിയുള്ളത്. അത് നമ്മൾ 100 എന്ന് എടുക്കുമ്പം അയാളുടെ കയ്യിൽ ബാക്കി വരുന്നത് 54 ആണ്. ശരിക്കും 54 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8100. അപ്പോൾ 8100 ആണെങ്കിൽ നമുക്ക് ടോട്ടൽ അല്ലേ വേണ്ടത്? 100 എത്ര ആണ്? ക്ലിയർ ആണോ? സോ അത് സോൾവ് ചെയ്യുക. എങ്ങനെ ചെയ്തേ? 8100 ഇൻറ്റു 100 ബൈ 54. സോൾവ് ചെയ്യാം. 9 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 9, ഇവിടെ 6, 3 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 3, ഇവിടെ 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 50,
ദാറ്റ് ഈസ് 15,000. ക്ലിയർ ആണല്ലോ? Next question. In an election, a candidate who got 84% of votes is elected by a majority of 952 votes. What is the total number of votes polled? ഒരു ഇലക്ഷനിൽ ഒരു കാൻഡിഡേറ്റിന് 84% വോട്ട് കിട്ടി. ഓക്കെ, ടോട്ടൽ വോട്ട്സിന്റെ 84% ഒരാൾക്ക് കിട്ടി. ആൻഡ് ഹി ഈസ് എലക്ടഡ് ബൈ എ മെജോറിറ്റി ഓഫ് 952 വോട്ട്സ്. അല്ലെ, അതായത് മെജോറിറ്റി എന്ന് വെച്ചാൽ അയാൾ 952 വോട്ട്സിന് ജയിച്ചു എന്നല്ലേ പറഞ്ഞത്. അതായത് ജയിച്ച ആൾക്ക് മറ്റേ ആളെക്കാട്ടിലും 952 വോട്ട്സ് കൂടുതൽ കിട്ടി. ദാറ്റ് മീൻസ് ജയിച്ച ആളുടെ വോട്ടിന്റെ എണ്ണവും ഫെയിലായ ആളുടെ വോട്ടിന്റെ എണ്ണവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആ 952 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ടോട്ടൽ എക്സ് ആണ് ടോട്ടൽ വോട്ട്സ് എങ്കിൽ ഇതിന്റെ 84% ഓഫ് എക്സ് ആയിരിക്കും ഒരാൾക്ക് കിട്ടിയത്. മറ്റേ ആൾക്കോ 100 മൈനസ് 84 അല്ലെ, ദാറ്റ് ഈസ് 16% ഓഫ് എക്സ് ആയിരിക്കും മറ്റേ ആൾക്ക് കിട്ടിയത്. അപ്പൊ ഇവരുടെ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയ വോട്ട്സുകളുടെ ഡിഫറൻസ് ആണെന്ന് പറഞ്ഞത് 952. അപ്പൊ ഈ പെർസെന്റേജിൽ നമ്മൾ പറഞ്ഞാൽ 84% ഓഫ് എക്സ് മൈനസ് 16% ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് വരും? 952. സോൾവ് ചെയ്യാമല്ലോ. 84 മൈനസ് 16 68 അല്ലെ, 68% ഓഫ് എക്സ് ആണ് 952. എക്സ് കണ്ടുപിടിച്ചേ. ദാറ്റ് ഈസ് 68 by 100 ഓഫ് x will be equal to 952. This x will be equal to 952 into 100 by 68. ഇതിപ്പോ എന്തായാലും ഡിവൈഡ് ആയി പോകുന്നു നമുക്ക് ഉറപ്പാ. നിങ്ങൾക്ക് ഒന്നീ ഓപ്ഷനിൽ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. അതായത് 60 ഇത് എന്തായാലും ഡിവൈഡ് ആയി പോകും. നമുക്ക് പോയിന്റ് ഒന്നും ആൻസർ വരരുത് അല്ലെ. 68 ഇൻറ്റു എന്തോ ചെയ്താൽ ഒരെണ്ണം 952 ആണ്. നമുക്ക് ആദ്യം നോക്കാവുന്ന യൂണിറ്റ് പ്ലേസ് വെച്ച് നോക്കുക. അതായത് 8 ഇൻറ്റു എന്ത് ചെയ്താലാണ് ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 2 വരുന്നത്? 8 ഇൻറ്റു 4 32 വരും അല്ലെ. പക്ഷെ 68 ഇൻറ്റു 4 ഇത് കിട്ടുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഓപ്ഷനിലൊന്ന് നോക്കിയേ, വേണ്ട ഒരു 14. അപ്പൊ 68 ഇൻറ്റു 14 അതൊന്നും ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ അത് തന്നെ, ഇനി വേറെ ഒന്നും പറ്റില്ല. കാരണം 68 ഇൻറ്റു 15 ചെയ്താൽ ഇത് സീറോസും കൂടുതൽ നമുക്ക് വെട്ടാം. ഇവിടെ 2 സീറോ എന്തായാലും ഉണ്ട് അല്ലെ. ദെൻ 68 ഇൻറ്റു 20 ചെയ്താൽ ഒരിക്കലും 952 അല്ല. 68 ഇൻറ്റു 10 ചെയ്താൽ ഒരിക്കലും 952 അല്ല. 68 ഇൻറ്റു 14 തന്നെ ചെയ്താലേ അത് വരത്തുള്ളൂ. ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ 952 ഡിവൈഡ് ബൈ 68 ചെയ്ത് നോക്കിക്കൊള്ളുക. അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓപ്ഷനിൽ നിന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അത്രയും കാൽക്കുലേഷൻ നമുക്ക് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ചെയ്ത് ഇത് നോക്കിയോ. 15 അല്ലെ, 70 272. 68 ഇൻറ്റു 4 ആണ് 272 എന്ന് പറഞ്ഞത്. സോ 14. സോ 1400. ക്ലിയർ ആണോ? ഓപ്ഷൻ എ. Next question. In an election between two candidates, one got 60% of total valid votes. ശ്രദ്ധിക്കുക, total valid votes. 20% of votes were invalid. The total voters are 7,000. Find the number of valid votes the other candidate got. നേരത്തെ ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സും അങ്ങനെ പറഞ്ഞുള്ളൂ. ഈ ഒരു കാര്യം ഇലക്ഷന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിച്ചോണം പറയുന്നത്. അതായത് ടോട്ടൽ വോട്ട്സ് ഇപ്പൊ വോട്ടേഴ്സ് ലിസ്റ്റ് പേരുള്ളവരുടെ കാര്യം ചിലപ്പോൾ ചോദിക്കാം. അതായത് ഇങ്ങനെ ആലോചിക്കുക. വോട്ടേഴ്സ് ലിസ്റ്റ് പേരുള്ള അത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ 100 പേര് വോട്ടേഴ്സ് ലിസ്റ്റ് പേരുണ്ടെങ്കിൽ അതിലിപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യണം എന്നില്ല അല്ലെ. വോട്ട് ചെയ്തവർ 90 ആൾക്കാരായിരിക്കും. 10 പേര് വോട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ ഇലക്ഷൻ ഇത് എടുക്കുമ്പം അതിനകത്ത് വാലിഡ് ആയിട്ടുള്ള വോട്ട് ഇൻവാലിഡ് ആയി പോകും. അതായത് ചെയ്തവർ തന്നെ ഇൻവാലിഡ് ആയി പോകുന്ന കേസും ഉണ്ട്. ഇപ്പൊ 90 വോട്ട്സ് ഉണ്ടെന്ന് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ 90 വോട്ട്സ് 100 ആൾക്കാർ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്, 90 ആൾക്കാർ വോട്ട് ചെയ്തു. ദെൻ അതിനകത്ത് തന്നെ ചിലപ്പോൾ എന്തായിരിക്കും 5 വോട്ട്സ് ഇൻവാലിഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരാൾക്ക് കിട്ടിയെന്ന് പറയുന്നത് ഏതായിരിക്കും? അതായത് ജയിക്കുന്ന ആളുടെ വോട്ട് പറയുന്നത് എന്തായിരിക്കും? വാലിഡ് വോട്ട്സിന്റെ എത്ര ശതമാനം എന്നായിരിക്കും പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ഒരു ഇലക്ഷനിൽ ഒരാൾക്ക് 60% ഓഫ് ടോട്ടൽ വാലിഡ് വോട്ട്സ് കിട്ടി അല്ലെ. അപ്പൊ മറ്റേ ആൾക്ക് കിട്ടുന്നത് 40% ഓഫ് ടോട്ടൽ വാലിഡ് വോട്ട്സ്. 20% ഓഫ് വോട്ട്സ് വെയർ ഇൻവാലിഡ് ആയിരുന്നു. അതായത് ടോട്ടൽ ഒരു എണ്ണം ഉണ്ട്, അതിവിടെ പറയുന്നുണ്ട്. ടോട്ടൽ വോട്ടേഴ്സ് 7,000. ടോട്ടൽ വോട്ടേഴ്സ് 7,000 ഉണ്ടായിരുന്നു. അതിലെ 20% എന്തായിപ്പോയി? ഇൻവാലിഡ് ആയിപ്പോയി. അപ്പൊ വാലിഡ് എത്രയാണ്? 80% ഓഫ് 7,000. ക്ലിയർ ആണോ? 20% ഇൻവാലിഡ് ആയി പോയെങ്കിൽ 80% ഓഫ് ഈ 7,000 ആണ് വാലിഡ് ആയിട്ടുള്ളത്. ദാറ്റ് മീൻസ് എത്ര വരും? സോൾവ് ചെയ്താൽ 5,600 വോട്ട്സ് വാലിഡ് ആണ്. ഈ വാലിഡ് ആയിട്ടുള്ള വോട്ട്സിന്റെ 60% ആർക്ക് കിട്ടിയത്? ആ ഫസ്റ്റ് കാൻഡിഡേറ്റിന് കിട്ടിയത്. എങ്ങനെയാണെങ്കിൽ മറ്റേ കാൻഡിഡേറ്റ് എന്തായിരിക്കും കിട്ടിയത്?
40% ഓഫ് 5600 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇത് സോൾവ് ചെയ്താൽ പോരായോ? ദറ്റ് ഈസ് 40/100 ഇൻറ്റു 5600. സോൾവ് ചെയ്തേ. 56 into 4 24 22 2240. ക്ലിയർ ആണോ? 2240. ഓക്കെ. ഇപ്പൊ ഇൻ കേസ് ഇത് തന്നിട്ടില്ല, അതിന് പകരം വേറെ ഡേറ്റ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പോകും. എക്സ് ഉണ്ടായിരുന്നു, ടോട്ടൽ വോട്ട്സ് അറിയത്തില്ല, വേറെ ഡേറ്റ തന്നെങ്കിൽ നമ്മൾ ഫുഡിന്റെ ഒക്കെ ചെയ്തതിന്റെ കൂട്ട് എക്സ് ഉണ്ടായിരുന്നു, അതിൽ 20% വാലിഡ് അല്ല അല്ലെ. അതിപ്പോൾ ബാക്കി 80% വാലിഡ്. ഇതിന്റെ 60% ഒരാൾക്ക് കിട്ടി, ബാക്കി 40% ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെ പറഞ്ഞു പോകും. അതേപോലെ എഴുതിക്കോണം. അപ്പോൾ ഇലക്ഷന്റെ ദിവസത്തിൽ എപ്പോഴും എന്താണ് വാലിഡ് വോട്ട്സ്, ഇൻവാലിഡ് വോട്ട്സ് അങ്ങനെയുള്ള ടേംസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. Okay, next question. In a school, 40% of students play football and 50% play cricket. 18% of students neither play football nor cricket. The percentage of students playing both. Okay, ഇത് നമ്മുടെ വെൻ ഡയഗ്രാം വെച്ച് ചെയ്യുന്ന പെർസെൻറ്റേജിലെ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് ആദ്യം കുറച്ചൊന്ന് ബേസിക്സ് അതിൻ്റെ ഒന്ന് പറയാം. അതായത് വെൻ ഡയഗ്രാം വെച്ച് ചെയ്തത് ഇത്രയും പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ഓർക്കുക. ജസ്റ്റ് സിമ്പിളായിട്ട് ചിന്തിക്കുക. ഒരു ക്ലാസ്സിൽ ഇപ്പം ഞാനിപ്പം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ മാത്സ് ഒരു എക്സാമിന് ജയിച്ചവരുടെ കാര്യം പറയാൻ പോവാം. മാത്സിന് എന്താണ് ജയിച്ചവർ, അതേപോലെ 2 സബ്ജക്റ്റ് എടുക്കാം. ഇംഗ്ലീഷിന് ഓക്കെ. അപ്പം മാത്സിന് പാസ്സായവരുടെയും ഇംഗ്ലീഷിന് പാസ്സായവർ, അതേപോലെ ഈ 2 എക്സാം നടത്തുമെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് ആണ് ഈ വലിയ പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്നത്. ടോട്ടൽ സ്റ്റുഡൻസ് ആണ്. ഇനി നമ്മൾ വെൻ ഡയഗ്രാം ഏതിൻ്റെയാണ് വരയ്ക്കാൻ പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിവിടെ പറഞ്ഞത് എന്താ? പാസ്സായവരുടെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ. ഇത് 40, ഇത് 50 എന്ന് വിചാരിക്കുക. പെർസെൻറ്റേജിൽ പറയുന്നു, അല്ലെങ്കിൽ എണ്ണമായിട്ട് പറയാം, അതെങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ. അപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്നത് പാസ്സായവരുടെ കാര്യമാണ്. അതായത് മാത്സിന് പാസ്സായവർ 40%, ഇംഗ്ലീഷിന് പാസ്സായവർ 50%. ഞാൻ ചേർത്ത് വരച്ചിരിക്കുന്നത്. അതായത് ഇതെന്തായിരിക്കും? ബോത്ത്, അതായത് മാത്സിനും ആൻഡ് ഇംഗ്ലീഷിനും ഇന്റർസെക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അത് കൂടുതലായിട്ട് അങ്ങനെ സെറ്റ് തിയറി എന്നൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ബോത്ത് എന്നുള്ളതിനാണ് ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കുന്നത്. ഇന്റർസെക്ഷൻ രണ്ടും കൂടെ ഉള്ളവർ. അപ്പോൾ ഈ പടത്തിനകത്ത് ഞാൻ ഈ വരച്ചേക്കുന്ന വട്ടത്തിനകത്ത് എന്തിനെ പറ്റിയാണ് പറയുന്നത്? പാസ്സായവരുടെ കാര്യമാണ് പറയുന്നത്. അതായത് അത് ഒരു സബ്ജക്റ്റിന് പാസ്സായവരാകാം, അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റിനും പാസ്സായവരാകാം. ഓക്കെ. അതിനകത്ത് ആ ഒരു കൂട്ടമാണുള്ളത്. അപ്പോൾ അവരുടെ ഒരു യൂണിയൻ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് മാത്സിനും ഇംഗ്ലീഷിനും, അതായത് പാസ്സായവരുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എം യൂണിയൻ ഇ. അതിനകത്ത് ആരൊക്കെയുണ്ട്? എം മാത്രം ഉള്ളവരാണെങ്കിൽ എമ്മിന് പാസ്സായവരുണ്ട്, ഇക്ക് മാത്രം എന്നല്ല, എമ്മിന് പാസ്സായവരുണ്ട്, ഇക്ക് പാസ്സായവരുണ്ട്. അപ്പോൾ രണ്ടും കൂടെ പാസ്സായവർ ഇതിന് രണ്ടിനകത്ത് നമ്മൾ എണ്ണിട്ടില്ലേ, അത് നമ്മൾ മൈനസ് ചെയ്ത് കളയുന്നു. എം ഇന്റർസെക്ഷൻ ഇ. ക്ലിയർ ആണോ? എമ്മിന് മാത്രം പാസ്സായവരെന്ന് പറയുന്നത് ഇങ്ങനെ ഇത്രയിനകത്തുള്ളവരാണ്. ഇപ്പോൾ ഞാനിത് പറയുവാണ്, ബോത്ത് ഉള്ളത് 10% ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് മൊത്തത്തിൽ 40 ആണെങ്കിൽ ഈ 40ന്ന് 10 കുറച്ചാൽ 30% ആയിരിക്കും മാത്സിന് മാത്രമുള്ളവർ. ഇനി ഇവിടെ ഇംഗ്ലീഷിന് മാത്രമുള്ളവരെന്ന്, ഇംഗ്ലീഷിന് പാസ്സായവരെന്ന് ഞാൻ പറഞ്ഞാൽ 50%. അതിനകത്ത് ചിലപ്പോൾ മാത്സിന് പാസ്സായവരും കാണും. ഇംഗ്ലീഷിന് പാസ്സായവർ 50%. ഇനി രണ്ടിനും കൂടെ പാസ്സായവർ ഈ 10 അല്ലേ, അതിൽ നിന്ന് മൈനസ് ചെയ്താൽ 40% എന്ന് കിട്ടും. അതാണ് എന്ത്? ഇംഗ്ലീഷിന് മാത്രം പാസ്സായവർ. ഓക്കെ. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മാത്സിനും ഇംഗ്ലീഷ്, അതായത് പാസ്സായവരുടെ പടമാണ് നമ്മൾ ഈ വരച്ചേക്കുന്നത്. അതായത് പാസ്സായവരുടെ മാത്രമൊന്നുമല്ല, നമ്മളിപ്പോൾ ഫെയിൽ ആയവരുടെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞെങ്കിൽ ഫെയിൽ ആയവരുടെ പടം നമ്മൾ വരയ്ക്കും. അങ്ങനെ ഓർക്കുക. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ പറഞ്ഞത് വെച്ചിട്ട് 40 + 50 - 10. ഓക്കെ. 90 - 10 80% ആണ് എന്ത്? പാസ്സായവരുടെ യൂണിയൻ. ഇനി ഞാൻ പറഞ്ഞു മൊത്തം എത്രയാണ്? 100%. ഈ പെട്ടിക്കകത്ത് മൊത്തം ഉള്ളത് 100% ആണ്. ഈ വട്ടം നമ്മൾ വരച്ചേക്കുന്നില്ലേ, അതെന്ന് പറഞ്ഞത് പാസ്സായവരുടെ യൂണിയൻ ആണ്, അത് 80%. അപ്പൊ ഈ പുറത്തുള്ള എന്താണ്? ഈ പുറത്തുള്ളത് എന്താ? രണ്ടിനും ഫെയിൽ ആയവരാണ്. അവിടെ പാസ്സായ ഒരെണ്ണത്തിന് പോലും പാസ്സായവർ പുറത്തില്ല. ആ പുറത്തുള്ളവരെന്ന് പറഞ്ഞാൽ 2 സബ്ജക്റ്റിനും ഫെയിൽ ആയവരാണ് പുറത്തുള്ളത്. അത് എത്ര ശതമാനമാണ്? ഈ ഒരു വട്ടത്തിനകത്ത് അല്ലെങ്കിൽ പാസ്സായവരുടെ ഈ യൂണിയൻ എന്ന് പറയുന്നത് 80% ആണെന്ന് കണ്ടുപിടിച്ചെങ്കിൽ ടോട്ടൽ 100 ആണെങ്കിൽ ഫെയിൽ ആയവർ എത്ര ആയിരിക്കും? 100 - 80 20 ആയിരിക്കും. ക്ലിയർ ആണോ? ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇതേപോലെ അപ്പോൾ ഓരോന്ന് പറയുന്നത് എന്താണെന്ന് ക്വസ്റ്റ്യൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് മനസ്സിലാക്കുക.
ക്ലിയർ ആണോ? അപ്പൊ ഈ യൂണിയൻ കണ്ടുപിടിക്കുന്നത് ഇതൊന്ന് ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എ എത്ര എണ്ണം ഉണ്ട് പ്ലസ് ബി എത്ര എണ്ണം ഉണ്ട് മൈനസ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അതായത് ബോത്ത് എന്ന് ഇങ്ങനെ സിമ്പിൾ മാത്രം ഇട്ട് വെച്ചാൽ പോരാ, ബോത്ത് എന്നുള്ളതും കൂടെ ഒന്ന് എഴുതി വെച്ചേരാം. ഇത് യൂണിയൻ, അതായത് ഇപ്പൊ നമ്മൾ പാസ്സായവരെ പറ്റി പറഞ്ഞാൽ പാസ്സായവരുടെ യൂണിയൻ, ഇനി അല്ല ഫെയിൽ ആയവരെ പറ്റി പറയുവാണെങ്കിൽ ഫെയിൽ ആയവരുടെ യൂണിയൻ. ഓക്കെ, അപ്പം ഇതിന് പുറത്ത് വരുന്നത് ഇവിടെ പാസ്സായവരെ പറ്റി പറഞ്ഞാൽ പുറത്ത് രണ്ടിനും ഫെയിൽ ആയവര്, ഇനി നമ്മൾ ഫെയിൽ ആയവരെ പറ്റി പറഞ്ഞെങ്കിൽ പുറത്ത് രണ്ടിനും പാസ്സായവര്. ക്ലിയർ ആണോ? നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. Question: in a school, 40% of students play football, 50% play cricket. If 18% of students neither play football nor cricket, find the percentage of students playing both. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് കളിക്കുന്നവരെ പറ്റിയാ അല്ലേ? അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്ന എന്തിനെ പറ്റിയാ? കളിക്കുന്നത്. ഇത് ടോട്ടൽ 100% ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നവർ എത്ര പെർസെൻറ്റേജ് ആണ്? 40%. ഇനി ക്രിക്കറ്റ് കളിക്കുന്നവർ എത്ര പെർസെൻറ്റേജ് ആണ്? 50%. അല്ലെ? ഇതെന്ന് പറഞ്ഞാൽ എന്താ? ബോത്ത്, ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്നവരാണ് ഇത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് പ്ലേയിങ് ബോത്ത്. ഓക്കെ, ഇനി ഈ 18 എന്താ? 18% ഓഫ് സ്റ്റുഡൻസ് നെയ്തർ പ്ലേ, അതായത് ഈ ഒരു യൂണിയൻ ഇതിന്റെ പുറത്തുള്ളതാണ് ഈ 18% എന്ന് പറയുന്നത് അല്ലെ? നെയ്തർ പ്ലേ ഫുട്ബോൾ നോർ ക്രിക്കറ്റ് ഉള്ളവരാണ് ഈ 18% എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവരുടെ ഇത് ടോട്ടൽ 100, ഈ പുറത്തുള്ളത് 18. അപ്പൊ ഈ പടത്തിനകത്ത് നമ്മൾ ഈ വരച്ചേക്കുന്ന വട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും ഒരു യൂണിയൻ, അത് എത്ര പെർസെൻറ്റേജാ? 100 മൈനസ് 18%. ക്ലിയർ ആണോ ആ പറഞ്ഞത്? ദാറ്റ് ഈസ് 82%. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതിക്കൂടായോ? അതായത് എഫ് യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എന്താ? ഫുട്ബോൾ കളിക്കുന്നവര് പ്ലസ് ക്രിക്കറ്റ് കളിക്കുന്നവര്, അതിൽ നിന്ന് യൂണിയൻ ആയിട്ടുള്ളത്, ഇപ്പൊ ഞാൻ ഇതിനെ യൂണിയനെ എക്സ് എന്ന് പറയുന്നത്, എക്സ് മൈനസ് ചെയ്താലാണ് നമുക്ക് ഈ 82 കിട്ടുന്നത്. ക്ലിയർ ആണോ? ഇനി ഇത് സോൾവ് ചെയ്താൽ പോരായോ? സോൾവ് ചെയ്തേ. 90% മൈനസ് എക്സ് ഈക്വൽ ടു 82%. So x will be equal to 90 minus 82. That is 8%. അപ്പം ഈ ബോത്ത്, അതായത് ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്നവർ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ എത്ര? 8% ആണ് ആൻസർ. ക്ലിയർ ആണോ? Next question. In an examination, 52% students failed in Hindi and 42% in English. If 17% failed in both the subjects, what percent of students passed in both subjects? Okay, അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ടോട്ടൽ സ്റ്റുഡൻസ് 100% ആണ്. നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എന്താ? ഫെയിൽ ആയവരുടെയാണ് നമ്മൾ ഡയഗ്രത്തിൽ വരയ്ക്കാൻ പോകുന്നത് അല്ലെ? അപ്പൊ നോക്കണം, ഹിന്ദിക്ക് ഫെയിൽ ആയവര് എത്ര? അത് 52%. ഇനി ഇംഗ്ലീഷിന് ഫെയിൽ ആയവര് എത്ര? അത് 42%. 17 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിനും അല്ലെ? ഇതാണ് 17% രണ്ടിനും ഫെയിൽ ആയവര്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ പുറത്തുള്ളവർ എന്തായിരിക്കും? രണ്ടിനും പാസ് ആയവരായിരിക്കും അല്ലെ? ഇതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഫെയിൽ ആയവർ. ആ ഫെയിൽ ആയവരുടെ യൂണിയൻ നമുക്ക് കണ്ടുപിടിക്കാം. ക്ലിയർ ആണോ? എന്താ? ഹിന്ദിക്കും അതേപോലെ ഇംഗ്ലീഷിന്റെയും യൂണിയൻ, അതായത് ഫെയിൽ ആയവരുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ 52 പ്ലസ് 42 മൈനസ് 70 അല്ലെ? 52 ഹിന്ദിക്ക് ഫെയിൽ ആയവര്, 42 ഇംഗ്ലീഷിന് ഫെയിൽ ആയവര്, ഇത് 7 രണ്ടിനും ഫെയിൽ ആയവര് അല്ലെ? ഇത് സോൾവ് ചെയ്തേ. എന്തോരും? 94 മൈനസ് 70, 77. ക്ലിയർ അല്ലേ? 77% ആണ് എന്തിന്? ഫെയിൽ ആയവരുടെ യൂണിയൻ അല്ലെ? അപ്പം ഈ പുറത്തുള്ളതെന്ന് പറഞ്ഞാൽ 100 മൈനസ് ആ യൂണിയൻ ചെയ്താൽ 100 മൈനസ് 77 ചെയ്യുക. ക്ലിയർ ആണോ? 23% എന്ന് വരും. എന്ത്? രണ്ടിനും പാസ്സായവര്, പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹു പാസ്ഡ് ഇൻ ബോത്ത് സബ്ജക്ട്സ്. ക്ലിയർ ആണോ? ബോത്ത് പാസ്ഡ്. രണ്ടിനും പാസ്സായവർ എത്ര ശതമാനം ഉണ്ട്? 100ൽ നിന്ന് ആ ഫെയിൽ ആയവരുടെ യൂണിയൻ അത് എത്ര ശതമാനം ഉണ്ട്? അത് മൈനസ് ചെയ്യുക. ക്ലിയർ ആണോ? Next question. In an examination, 60% of candidates passed in English,
70% of candidates passed in maths, but 20% failed in both of these subjects. If 2,500 candidates passed in both the subjects, find the number of candidates appeared for the exam. Clear ആണോ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഈ പറയുന്നത് എന്താണ്? പാസ്സായവരുടെ, ഇംഗ്ലീഷിന് പാസ്സായവര്, മാത്സിന് പാസ്സായവരുടെ പറയുന്നുണ്ട്. ദെൻ 20% പറഞ്ഞാൽ ബോത്ത് സബ്ജക്ട്സിനും ഫെയിൽ ആയവരുടെ പെർസെൻറ്റേജ് പറയുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പെർസെൻറ്റേജ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ഈ പറയുന്നതിന്റെ, അതായത് നോക്കിയാൽ 2,500 രണ്ട് സബ്ജക്ട്സിനും പാസ്സായി എന്ന് പറഞ്ഞു അല്ലെ, അതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചാൽ പോരാ. അപ്പൊ അത്രയും പെർസെൻറ്റേജ് 2,500 ആണെങ്കിൽ ടോട്ടൽ എത്രയാണ് ചോദിക്കുന്നത് കണ്ടുപിടിക്കാം. നേരത്തെ നമ്മൾ പെർസെൻറ്റേജ് മാത്രമായിട്ട് പറഞ്ഞു, ഇവിടെ ഇപ്പം വാല്യൂ കണ്ടുപിടിക്കണം. അത്രയുള്ള വ്യത്യാസം. അപ്പൊ ഒന്ന് വരച്ചു നോക്കിയേ. നിങ്ങളിത് തന്നെ ഒന്ന് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചേ. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് നോക്കുക. ടോട്ടല് 100% ഉണ്ടായിരുന്നു വിചാരിക്കുക. അതിന്റെ എത്രയാണ്? 60%. നമ്മൾ വരയ്ക്കുന്ന എന്താ? നമ്മൾ ഈ വട്ടത്തിൽ വരയ്ക്കുന്നത് പാസ്സായവരുടേതാണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിന് പാസ്സായവരെന്ന് പറഞ്ഞാൽ 60%. ഓക്കെ, പിന്നെന്താ? മാത്സിന് പാസ്സായവരെന്ന് പറഞ്ഞാൽ 70%. ഇതെന്താ? ഇതാണ് ബോത്ത് അല്ലെ, ഇംഗ്ലീഷിനും മാത്സിനും പാസ്സായവര്. ക്ലിയർ ആണോ? അത് എക്സ് എന്ന് ഞാൻ പറഞ്ഞു, എക്സ് പെർസെൻറ്റേജ് ആണ് വിചാരിക്കുക. അതിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്, അത് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക എന്നിട്ട് ചെയ്യാം. അപ്പൊ ഇത് എക്സ് നമുക്ക് കണ്ടുപിടിക്കണം ആദ്യം, അതായത് രണ്ടിനും പാസ്സായവര്. അപ്പൊ പുറത്ത് എന്തായിരിക്കും ഉള്ളത്? രണ്ടിനും ഫെയിൽ ആയവരായിരിക്കും. രണ്ടിനും ഫെയിൽ ആയവരാണ് പുറത്തുള്ളത്. അത് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? എത്രയാണ്? 20% എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പാസ് ആയവരുടെ യൂണിയൻ എത്രയാണ്? 100 - 20 80 ആണ് പാസ് ആയവരുടെ യൂണിയൻ. ക്ലിയർ ആണോ? ഇംഗ്ലീഷിനും മാത്സിനും എന്താണ് പാസ് ആയവരുടെ യൂണിയൻ എന്നാൽ 100 - 20 80% ആണ്. സോൾവ് ചെയ്തേ. 60 + 70 - ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു, എക്സ് = 80. ഓക്കെ, 130 - x will be equal to 80. So x will be equal to 130 - 80. എത്ര വരും? 50 അല്ലെ? 50% ആണ് എന്തെന്ന് പറയുന്നത്? ബോത്ത് പാസ്ഡ് അല്ലെ, രണ്ടിനും കൂടെ പാസ് ആയവർ. അത് എത്ര തന്നിട്ടുണ്ട്? 2,500 അല്ലെ. അതായത് 50% ഓഫ് ടോട്ടലിന്റെ 50 എന്നാണല്ലോ നമ്മൾ പറയുന്നത്, ടോട്ടലിന്റെ നമ്മൾ പറയുന്നത് 50% 2,500 ആണെങ്കിൽ 100% എത്രയാണ്? ടോട്ടലിന് 100%. 50% 2,500 ആണെങ്കിൽ 100% എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ 50% ഓഫ് x = 2,500 എന്നിട്ട് x കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? 50% എന്നാൽ 1/2 അല്ലെ. 1/2 of x will be equal to 2,500. That is x will be equal to എന്ത് വരും? 2,500 into 2 5,000. ക്ലിയർ ആണോ? അപ്പം ടോട്ടൽ കാൻഡിഡേറ്റ്സ് എത്രയാണ്? 5,000. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഈ പെർസെന്റേജിന്റെ രണ്ട് ഭാഗവും നന്നായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.